ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. സോറി, ഇന്ന് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ റിവ്യൂയിലൊക്കെ കിടക്കാൻ നമ്മുടെ ജയമോഹിനി പറയുന്നുണ്ട്, നീരജയും അതുപോലെ തന്നെ ഭരത്തും ഉണ്ട്. പക്ഷേ എന്നാലും ആ ഡ്രൈവർ നിന്നെ ഇത്രമാത്രം അടിച്ചിട്ടും നിനക്ക് ഒരു പടി പോലും അയാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നീരജ പറയാണ്, ഭരത്തിനെ കൊണ്ടല്ലെങ്കിലും എന്തിനെ കൊള്ളാം, അടി വാങ്ങിക്കാൻ മാത്രമേ ഭരത്തിന് കൊള്ളത്തുള്ളൂ. അയാൾ നിലത്ത് നിർത്തിയിട്ടുണ്ട് ഭരത്തിന് അടിക്കാണ്ട്, അയാൾ ഏറി നിന്നിട്ട് ഭരത്തിന് അടിച്ചതായിരുന്നു. അതുകൊണ്ടിട്ടാണ് നമ്മൾ ചിരിക്കുക കേട്ടോ. ആ സമയത്ത് ജയമോഹന് പറയുന്നുണ്ട്, കണ്ടില്ലേടാ നിന്റെ ഭാര്യ നിന്നെ കളിയാക്കി ചിരിക്കുക, നാണമില്ലട ഇങ്ങനെ കളിയാക്കൽ വാങ്ങാനായിട്ട്. എന്നാലും നീ എൻ്റെ വയറ്റിൽ തന്നെയാണല്ലോ പിറന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊട്ടൻ തന്നെയാണെന്ന് പറയുമ്പോൾ അത് കേട്ട് നമ്മൾ നീരജ് ഇന്ന് ചിരിക്കുവാട്ടോ കുടുകുടാന്ന്. അതിനുശേഷം ഭരത് പറഞ്ഞു, മതി നിങ്ങൾ തമ്മിൽ എന്നെ കളിയാക്കിയതും പരിഹസിച്ചതും ഒക്കെ. ഞാൻ എത്രയൊക്കെ അടി കൊണ്ടാലും എത്രയൊക്കെ ചെയ്താലും ഞാൻ എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എന്ത് കർത്തവ്യം? ഞാൻ എന്തിനാ അവിടെ പോയത്? ആ കാര്യം ഞാൻ ചെയ്തു. ശരിക്കും നീ ചെയ്തു? അത് ചെയ്യുമ്പോൾ പിന്നെ അല്ലാണ്ട് മണിക്കുട്ടിയുടെ ബ്ലഡ് ഇപ്പം എൻ്റെ സിറിഞ്ചിലുണ്ടെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ നീരജ് ജയമോഹനും സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം ഭരത് ആ സിറിഞ്ച് പോക്കറ്റിൽ നിന്ന് പതുക്കെ സ്ലോ മോഷനിൽ അങ്ങനെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതാണ് മണിക്കുട്ടിയുടെ ബ്ലഡ് എന്ന് പറയുവാണ്. എന്നിട്ട് സിറിഞ്ചിനെ കാണിച്ചിട്ട് നമ്മുടെ നീരജേനെയും അതുപോലെ തന്നെ ജയമോഹനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവരെ നോക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും ഇങ്ങനെ പുച്ചിരിക്കുക കേട്ടോ. അതായത് നീരജാണ് ചിരിക്കണത്, ജയമോഹനിക്ക് ദേഷ്യം കൊണ്ട് കലിതുള്ളി ഇരിക്കുക. എന്തിനാ നിങ്ങൾ ചിരിക്കണത് എന്ന് പറഞ്ഞിട്ട് ഭരത് പതുക്കെ ആ സിറിഞ്ചിലേക്ക് നോക്കുമ്പോഴും ഭരത്തിന് മനസ്സിലാവുന്നത് അത് കാലി സിറിഞ്ചാണെന്ന്. ആ ഭരത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവാണ് ഭരത് കുത്തിയത് മണിക്കുട്ടിയുടെ കയ്യിലല്ല, ആ തലയണയിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കുത്താൻ പോയപ്പോഴാണ് ആ കൈ കൊണ്ടപ്പോൾ മണിക്കുട്ടി എഴുന്നേറ്റത്. അപ്പോൾ മണിക്കുട്ടി ഭരത്ത് അയ്യോ എന്ന് പറയുമ്പോഴേക്കും കണ്ടോ, ഇതന്നെയാ പറഞ്ഞത്, ഭരത്തിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് നീരജ പറയുമ്പോൾ ജയമോഹിനി ഇങ്ങനെ നീരജനെ തറപ്പിച്ച് ഇങ്ങനെ നോക്കുവാട്ടോ. അത് കാണുമ്പോൾ നീരജ പതുക്കെ അവിടുന്ന് സ്ലോ മോഷനിൽ അങ്ങോട്ട് പതുക്കെ എസ്കേപ്പ് അടിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് കാവ്യനെയും കൃഷ്ണനെയാണ്. മുത്ത് നല്ല ഉറക്കമാണെന്ന് വിചാരിച്ച് കാവ്യയും കൃഷ്ണനും പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്നാലും ആ കുട്ടീനെ ഉപദ്രവിക്കാനായിട്ട് ആരായിരിക്കും കൃഷ്ണ ശ്രമിച്ചത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇനി ഈ ഉള്ളവർ തന്നെ ആയിരിക്കും, അവരെ തന്നെയാണ് എനിക്ക് സംശയം എന്ന് കാവ്യ പറയുമ്പോൾ നമുക്കതിനുള്ള തെളിവില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും മണിക്കുട്ടിനെ ഉപദ്രവിക്കാനല്ലായിരുന്നു അവരുടെ ലക്ഷ്യം, വേറെ എന്തോ ആയിരുന്നു. ഉപദ്രവിക്കാനാണെങ്കിൽ എന്തൊക്കെയോ ചെയ്യായിരുന്നു നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ എന്ന് നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട്. അതെ, അത് കൃഷ്ണ പറഞ്ഞ ശരിയാണ് എന്ന് കാവ്യം പറയുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ മുത്ത് ഉറങ്ങിയ പോലെ അഭിനയിക്കുവാട്ടോ. കാവ്യ പറയുന്നുണ്ട്, എന്തായാലും നാളെ പോലീസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ജസ്റ്റ് ഒന്ന് അവരുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം. എന്നാലും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് കാവ്യ പറയുന്നുണ്ട്. കൃഷ്ണയും പറയണ്ട, അതെന്തായാലും നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ എന്ന് കൃഷ്ണയും പറയുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നീരജനെയാണ്. നീരജ ഫോൺ എടുത്ത് ഓരോരോ കാമുകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നീരജക്ക് ഒരു കാമുകനല്ല, ഒരുപാട് കാമുകന്മാരുണ്ട്. അപ്പൊ അരവിന്ദനെ വിളിച്ച് സംസാരിക്കുകയാണ്. അതേടാ, എന്നിട്ട് ഒന്ന് പോടാ, പിന്നെ മതി എന്നൊക്കെ ഇങ്ങനെ പറയുവാട്ടോ. പെട്ടെന്ന് ഭരത്ത് കഥക് തുറന്ന് വരുമ്പോഴേക്കും നീരജ അതെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, പിന്നെ വിളിക്കാം എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുവാണോ. ആ സമയത്ത് ഭരത്ത് ആരായിരുന്നു ഈ ഫോണിൽ എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ഫ്രണ്ട് അനുശ്രീ ആയിരുന്നു. എന്താ സിനിമാ നടി അനുശ്രീയോ? അല്ല എൻ്റെ ഫ്രണ്ട് അനുശ്രീ. എന്താ ഭരത്തിന് അവളെ ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ഓർമ്മയില്ല നിന്നെ പറയാണ്. പെട്ടെന്ന് നമ്മുടെ നീരജ വിഷയം മാറ്റാൻ വേണ്ടി ഭരത്തിന്റെ കയ്യിൽ പോക്കറ്റിൽ സിറിഞ്ച് ഉണ്ടായിരുന്നു. അത് കാണിച്ചിട്ട് ഈ പണി ഇപ്പോഴും വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടി, ഞാൻ എന്തായാലും മണിക്കുട്ടിയുടെയും അളിയൻ്റെയും ബ്ലഡ് സാമ്പിൾസ് എടുത്തിരിക്കും, അതുവഴി DNA ടെസ്റ്റ് നടത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോക്കറ്റിൽ നിന്ന് ആ സിറിഞ്ച് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിനുള്ളിൽ ഇട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത നീരജയുടെ ഫോണിൽ പിന്നെയും കോള് വരുവാണ്. ആ സമയത്ത് നീരജ പറയുന്നുണ്ട്, ഇത് സുഹാസിനി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോണ പോലെ കാണിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭരത് മനസ്സ് വിചാരിക്കണം, അവളൊരു സുഹാസിനി വിളിക്കണതൊക്കെ സിനിമാ നടിമാരാ, എന്തായാലും ഇതിൻ്റെ പുറകെയുള്ള കള്ളത്തടി ഭരത് കണ്ടുപിടിക്കോടി. ഭരത് അങ്ങനെ പൊട്ടനാക്കുമെന്ന് ഭരത്തിനെ അങ്ങനെ പൊട്ടനാക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കുമൊന്നും വേണ്ട എന്ന് ഭരത് ഇങ്ങനെ സ്വയം ഇങ്ങനെ ഉള്ളിൽ പറയുവാട്ടോ. പിന്നെ കാണിക്കണത് ജയമോഹനെയാണ്. ജയമോഹന് സുകന്യയുടെ അടുത്തേക്ക് പോയിരിക്കുന്നുണ്ട്. സുകന്യയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് പറയുമ്പോൾ അമ്മ ഈ സ്കൂളിൽ അഡ്മിഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആണ്, ഞാൻ വേറൊരു സ്കൂളിൽ അഡ്മിഷൻ ഏർപ്പാടാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ ജയമോഹന് പറയേണ്ടത് പറ്റില്ല, ഞാൻ പറഞ്ഞ ആ കുട്ടിക്ക് ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിലാണല്ലോ നമ്മുടെ മണിക്കുട്ടിയും മുത്തും പഠിക്കണത്, അതുകൊണ്ട് ആ കുട്ടിക്ക് ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് പറയുമ്പോൾ എന്താ അമ്മേ അതിനുള്ള കാരണം, എന്തെങ്കിലും പ്ലാൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ സുകന്യടുത്ത് വഴിയേ പറയാം. അപ്പോഴേക്കും സുകന്യ പറഞ്ഞിട്ട് ശരി, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ടീച്ചേഴ്സിനടുത്ത് ഒന്ന് സംസാരിക്കട്ടെ, അമ്മ ആ കുട്ടിയുടെ അടുത്തും പാരൻസിൻ്റെ അടുത്തും നാളെ തന്നെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമെന്ന് പറയുവാണ്.
അതിനുശേഷം സുകന്യ ചോദിക്കേണ്ട ബ്ലഡ് സാമ്പിൾസ് എടുക്കുന്ന കാര്യം എന്തായമ്മയും ചോദിക്കുമ്പോൾ അതൊന്നും നടക്കണ കാര്യമല്ല സുകന്യെ, വെറുതെ അടി മേടിക്കാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സുകന്യ പറയണ്ട ബ്ലഡ് സാമ്പിൾസ് സ്വീകരിക്കാൻ വേറൊരു വഴി ഞാൻ തയ്യാറാക്കുന്നുണ്ട്, അമ്മ നോക്കിക്കോ, എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് നടന്നില്ല, ഞാൻ നോക്കിയിട്ട് അതെന്തായാലും ഞാൻ നടത്താം എന്ന് സുകന്യ നമ്മുടെ ജയമോഹൻ്റെ പറയുവാട്ടോ. പിന്നീട് നമ്മുടെ മുത്തു മണിക്കുട്ടിയെ സംസാരിക്കുകയാണ്. മുത്തു മണിക്കുട്ടിയെ ചോദിക്കുന്നുണ്ട്, മണിക്കുട്ടി ആ വന്ന ആള് ആരാണെന്നോ എന്താണെന്നോ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി പറയണ്ടേ, എനിക്ക് തോന്നണത് അത് ഭരതങ്കിളാണെന്നാ, എന്താ നീ ഭരതങ്കിളിനെ കണ്ടായിരുന്നോ എന്ന് മുത്തു ചോദിക്കുമ്പോൾ ഞാൻ കണ്ടൊന്നുമില്ല, പക്ഷെ ഭരതങ്കിളുടെ ആക്ഷനും സ്വഭാവമൊക്കെ തന്നെയായിരുന്നു അതിൽ, അതുകൊണ്ട് എനിക്ക് തോന്നിയതാണെന്ന് പറയുമ്പോൾ നീ പറഞ്ഞ വെച്ച് കേട്ടപ്പോൾ എനിക്കും ഭരതങ്ങളെ തന്നെയാണ് സംശയിക്കാൻ തോന്നുന്നത്, എന്തായാലും നമ്മുടെ സംശയം വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഭരതങ്ങളും നീരജാൻ്റെയും ഇപ്പം മുറിയിലില്ല, അവർ പുറത്തെവിടെയാണ് പോയിരിക്കുക, നീ വാ ഒരു കൂട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് ഭരത്തിൻ്റെ നീരജിൻ്റെ റൂമിലേക്ക് കയറുവാണ് മുത്ത്. അതിനുശേഷം മണിക്കുട്ടി പറയുന്നുണ്ട്, നീ ഇവിടെ തിരയും ഞാൻ ഇപ്പുറത്ത് തിരയാം, എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടേ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മണിക്കുട്ടി തപ്പണ സമയത്ത് ഒരു ഒച്ച ഉണ്ടാക്കുമ്പോഴേക്കും മുത്ത് പറഞ്ഞാൽ ഒച്ചയൊന്നും ഉണ്ടാക്കില്ലേ, ആരെങ്കിലും കയറി വന്ന പ്ലാൻ എല്ലാം പൊളിയും, നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് ഒന്നും കൂടി തപ്പാൻ പറയണം. അങ്ങനെ മണിക്കുട്ടി നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആരുമില്ല മുത്തെന്ന് പറയുമ്പോൾ ശരി എന്നുണ്ട് ഷെൽഫിലും അവിടെ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ നോക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ മുത്ത് TV സ്റ്റാൻഡിൻ്റെ മുകളിൽ നോക്കുമ്പോഴേക്കും ഒരു പാത്രം കാണും. ആദ്യം അത് കാണുമ്പോൾ എടുത്തു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നീടാണ് മുത്ത് പാത്രത്തിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കണം, അതിൽ സിറിഞ്ചും സൂചിയും എല്ലാം ഉണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തിങ്ങനെ മണിക്കുട്ടി ഇവിടെ വന്നേന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിയുടെ കയ്യിലേക്ക് ആ സിറിഞ്ചൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ഇത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ സിറിഞ്ചാണ് കേട്ടോ. അപ്പോൾ ഭരതങ്കിൾ തന്നെ ആള്, നമ്മൾ സംശയിച്ചത് സത്യം തന്നെയാണ്. പക്ഷേ മണിക്കുട്ടി ഞാനൊരു കാര്യം പറയാം, ഈ സിറിഞ്ച് ഇപ്പം ഇതിൽ തന്നെ ഇട്ട് വെക്കാൻ പറയാണ്. അങ്ങനെ ആ പാത്രത്തിനെ സിറിഞ്ചിട്ടിട്ട് അവരെ TV സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ വെക്കുവാണ്. മുത്ത് പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും ഈ കാര്യം നമ്മളല്ലാണ്ട് വേറെ ആരും അറിയണ്ട, ഭരതങ്കിൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ആദ്യം അറിയണം, എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലഡ് എടുക്കാൻ വന്നതെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റും, അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് മുത്ത് മണിക്കുട്ടി പറയുമ്പോൾ ശരി മുത്തേ എന്ന് മണിക്കുട്ടിയും പറഞ്ഞിട്ട് അവർ റൂമിൽ നിന്ന് അവരുടെ സ്ഥാനം വെച്ചിടത്തന്നെ വെച്ചിട്ട് അവർ റൂമിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ. അതിനുശേഷം നീരജ ടെറസിൽ പോയിട്ട് പുതിയൊരു കാമുകൻ വിളിക്കുകയാണ്, കൈലാസ് എന്നാണ്ട് പേര്, അപ്പോൾ അരവിന്ദനല്ല വിളിക്കണ കൈലാസിനെയാണ്. അങ്ങനെ പറയുന്നുണ്ട്, അതെ അവനിപ്പോൾ ജയിലിലാണ്, ഞാൻ അവനെ നേരെയാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചതാണ്, അവൻ്റെ കയ്യിരിപ്പോൾ അല്ലാതെ എന്ത് പറയാൻ. പെട്ടെന്ന് ഭരത് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ. ഇതൊന്നും നീരജ് അറിയുന്നില്ല. നീരജ് ആടാ പറയടാ കൈലാസേ എന്നൊക്കെ പണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരത് ഇങ്ങനെ നീരജിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നീരജ് ഭരത്തിനെ കാണുവാണ്. അങ്ങനെ നീരജയും ഭരത്തിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത്. എന്തായാലും നീരജയുടെ ആ ഒരു അവിഹിതം ഭരത് എന്തായാലും കണ്ടുപിടിച്ച് മണിക്കൂട്ടിനെ പുറത്താക്കണ മുമ്പ് നീരജ് അവിടെ നിന്ന് പുറത്താവുമെന്ന് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.